10 നിലയുള്ള രാവണനെ തോപ്പിക്കാനാവില്ല മക്കളെ. അല്ല പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ശരിക്കും ചന്തുവാണോ രാവണനാണോ? എങ്ങനെ തോന്നുന്നു? കണ്ടിട്ട് ഏതോ ചന്ത രാവണനായ പോലെ ഉണ്ട്. പത്തനംതിട്ട സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഈ രാവിലെ ഏണി എടുത്തോണ്ട് എന്തെടുക്കുമായിരുന്നു? നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അല്ലയോ, അത് പൊട്ടിക്കിടക്കും. അപ്പൊ ഞാൻ സ്പൈസ് ചെയ്യാൻ വരുന്നത്. സ്പൈസ് നീ അവിടെ സ്പൈസ് ചെയ്ത കാര്യം അപ്പോഴേ അന്നമ്മയുടെ ഭർത്താവ് എന്നെ വിളിച്ചത്. ഈ ക്യാമറയുടെ ഈ ഫ്രണ്ടിൽ ലെൻസ്, ഈ ലെൻസ് വട്ടത്തിലാണല്ലോ ഇരിക്കുന്നത്. നമ്മളത് ടിവിയിൽ അത് പിക്ചറായിട്ട് വരുമ്പോ അത് ചതുരത്തിലാണല്ലോ സാറേ കാണുന്നത്. ഇതും എടുത്താലും 20 രൂപ, ഏതെടുത്താലും 20 രൂപ. എന്നെ വന്ന് എടുത്തോ, 20 രൂപ തരാം. ഞാൻ വേസ്റ്റ് എടുക്കാറില്ല. ഈ മാഡത്തിന്റെ കയ്യിൽ ചെണ്ട കൊട്ടുന്ന ഗിറിലുണ്ട്. ചെണ്ട കൊട്ടിയാ മതി, ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും. പുതിയ ആർട്ടിസ്റ്റാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. നാളെ 10 മണിക്ക് വൈറ്റില ഹബ്ബിന്റെ അവിടെ നിന്ന് നമ്മുടെ ബാലെ ട്രൂപ്പിന്റെ വണ്ടി പോകും. രാവിലെ കൃത്യം 10 മണിക്ക് വരണം കേട്ടോ. ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. 10 തലയും 20 കൈകളുമുള്ള രാവണനെ തോപ്പിക്കാനാവില്ല മക്കളെ. രാവണൻ തോറ്റിട്ടില്ല, ചരിത്രം കേട്ടിട്ടില്ല, ചരിത്രം കേട്ടിട്ടില്ല, ചരിത്രം രാവണനെ തോപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോപ്പിക്കുന്ന പലരും പലവട്ടം, പല പ്രാവശ്യം, ഒത്തിരി പ്രാവശ്യം. പക്ഷേ 10 നിലയുള്ള രാവണനെ തോപ്പിക്കാനാവില്ല മക്കളെ. അല്ല പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ശരിക്കും ചന്തുവാണോ രാവണനാണോ? എങ്ങനെ തോന്നുന്നു? കണ്ടിട്ട് ഏതോ ചന്ത രാവണനായ പോലെ ഉണ്ട്. കളിയാക്കല്ലേ? അല്ല എന്താ പറയുക, എനിക്കൊരു ബാലെ ട്രൂപ്പ് ഉണ്ട്, അറിയാലോ. എനിക്ക് മിനിഞ്ഞാന്നൊരു ബാലയുടെ പ്ലേ ഉണ്ടായിരുന്നു കൊട്ടാരക്കരയില്. അപ്പൊ നാളെ ഉണ്ട് പ്ലേ. ഓ നാളെയും ബാലയാണോ? പിന്നെ ഈ 10 നില വെച്ച് ഞാൻ പന്നി വലത്താൻ പോവൂ. എന്റെ ബാല എന്ന് പറഞ്ഞാൽ രാവണന്റെ ഇതുവരെ ആരും പറയാത്തൊരു കഥയാണ്, ദുഃഖകരമായ കഥ. ആഴ്ന്നെടുത്ത ചൂഴ്ന്നെടുത്ത ഞാൻ ഒരു കഥയാണ് പറയുന്നത്. അതിന് ഈ രാവണൻ എന്താ ഇതിന് മാത്രം ദുഃഖം? എന്റെ അശ്വതി, ഈ 10 നിലയുള്ളത് തന്നെ പുള്ളിക്ക് ദുഃഖമല്ലേ? അതൊരു ദുഃഖമല്ലേ? അല്ല ചേട്ടാ, നമുക്ക് ഈ ഒരു തലയുള്ളപ്പോ നമുക്ക് നല്ല സന്തോഷമല്ലേ, നമുക്ക് ചിരിക്കാം, സന്തോഷിക്കാം. അപ്പൊ 10 തലയുള്ളെങ്കിൽ എന്തോരം സന്തോഷമായിരിക്കും. അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പാടില്ലായിട്ടാണ് ഈ 10 നില എന്ത് വിഷമാന്നറിയാമോ? നോക്കുന്നു, ഈ രാവണന് ചരിഞ്ഞ് കിടക്കാൻ പറ്റൂ. ചരിഞ്ഞ് കിടന്നതേ ഗോപുരം ഇങ്ങനെ കുത്തിർത്തിയാക്കണ ആ. പിന്നെ ഞാനൊന്ന് മൂക്കിപ്പടി വിളിച്ച ഇവന്മാരാണ് തുമ്മണത്. എനിക്ക് തുമ്മാൻ പറ്റൂല. എന്ത് കഷ്ടമാണെന്ന് പറ. ഇതെല്ലാം ഇവന്മാർ. ഇവനുണ്ടല്ല ബിജു, ബിജു കാണാനും അല്ല. ബിജു ഇങ്ങനെ നോക്കടാ. ഈ ബിജു ഉണ്ടല്ല, ഞാൻ സിഗരറ്റ് വലിച്ച ഭയങ്കര ഉപദേശമായി. സിഗരറ്റ് വലിക്കുന്നവർക്കല്ല ദോഷം, പുക ശ്വസിക്കുന്നവർക്കാണ് ദോഷം. അങ്ങനെ എന്തല്ല. പിന്നെ ദിവൻ സുമേഷ്, സുമേഷേ ഇവനുണ്ടല്ലോ, ഇവൻ നല്ലവനാ. ഇവൻ ഈ കഴിഞ്ഞ ദിവസം ചായക്കടന്ന് ചായ കുടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പെണ്ണുങ്ങൾക്ക് സൈറ്റ് അടിച്ച് കാണിച്ചു. അടി കിട്ടിയതാ ഈ കാരണം. സ്വാഭാവികം, നമുക്കല്ലേ ഈ പ്രശ്നങ്ങൾ. അപ്പൊ എന്തെങ്കിലും രാവണൻ ഇങ്ങനെ അഭിനയിക്കാൻ തയ്യാറായിട്ട് വന്നത് വളരെ നന്നായി. കാരണം നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്, അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ രാവണന്റെ ബാക്കിയുള്ള ഈ വാലകളിയൊക്കെ അതിഥി കൂടി കാണുന്നത് വളരെ നല്ലതായിരിക്കുമല്ലോ. നമുക്ക് സ്നേഹാദരങ്ങളുടെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ മണിയൻ പിള്ള രാജു. നമസ്കാരം, ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ആളുണ്ട് സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ട്. ബാല വല്ലതും ഉണ്ടോ? എനിക്ക് നാളെയും മറ്റന്നാളൊക്കെ ബാലയുണ്ട്. അപ്പൊ അതിന്റെ റിഹേഴ്സൽ ഒന്ന് ഇവിടെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ പേര്? രാവണ ദുഃഖം. രാവണ ദുഃഖം. മിസ്റ്റർ രാവണ ദുഃഖം. എന്റെ പേരല്ല രാവണ ദുഃഖം, അത് ബാലയുടെ പേരാണ്. എന്റെ പേര് പ്രസാദ് മുഹമ്മ. അത് ശരി, എനിക്ക് തെറ്റിയതാ. ശരിക്കും
രാവണന് 10 തലേ ഇത് 9 തലേ ഉള്ളൂ. അപ്പൊ അതെന്താണെന്നറിയാമോ, ഈ ഞങ്ങൾ ഈ ബാലേക്കാര് ഈ സാധനം രാവണന്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അടവ് മുടങ്ങിയപ്പോഴത്തേക്ക് ബാങ്കുകാർ വന്ന് ഒരു തല ഊരിക്കൊണ്ടു. അത് കൊള്ളാം. അപ്പൊ ബാങ്കിന്റെ ഓരോ തവണത്തെ അടവ് അടച്ചില്ലെങ്കിൽ ഓരോ തലയായിട്ട് പോകുമ്പോ അവസാനം ഈ തല മാത്രമാവും. അവസാനം ഇതും കൂടെ കൊണ്ടുപോകാറുണ്ടാ മതി. എന്റെ ആദ്യത്തെ ബാലെ കർണശബ്ദം, അത് ഫസ്റ്റ് ചെയ്ത് നിർത്തി കേട്ടോ. അയ്യോ, ഈ കർണശബ്ദം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്മിറ്റിക്കാർ വന്ന് എന്നെ കുത്തും പിടിച്ച് നടവാതൊക്കെ കൊണ്ടുപോയി തൊഴിച്ചു. ഇനി മേലാൽ ഞാൻ ഈ ബാല കളിക്കില്ല എന്ന് ശബ്ദം ചെയ്യിപ്പിച്ചു. അന്നത്തെ കൊണ്ട് കർണശബ്ദം നിർത്തി. അല്ലാതെ അങ്ങനെ ചെയ്യിപ്പിക്കാൻ കാരണം എന്ത് ബാല ആശിന് കൊള്ളണ്ടേ? എന്റെ കൂടെ കളിക്കുന്നവർ അത്ര പോരാ. ഞാൻ ഓക്കെയാണ്, 100 പക്ഷെ കൂടെ കളിക്കുന്നവർ പോരാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് എന്തായിരുന്നു? അടുത്തത് ബാലിവധം. ബാലിവധം. അതും ഇതുപോലെ തന്നെയായിരുന്നു. നമ്മള് സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാരും പറഞ്ഞു വെറും വധാണ് കേട്ടോ. അന്നത്തോണ്ട് ബാലിവധവും നിർത്തി. അത് കഴിഞ്ഞിട്ട് ബാലയൊന്നും ചെയ്തില്ല. ബാലെ ചെയ്തോന്നാ എന്നെ വിട്ടി ശനിദശ പോവില്ല സാറേ. എന്ത് കഷ്ടമാണ്. ഒരു സ്ഥലത്ത് ഇതുപോലെ ബാല അവതരിപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ ദേവേന്ദ്രനായിട്ട് അഭിനയിക്കുന്ന ഒരു ബാഹുലയൻ ചേട്ടൻ, പുള്ളി അഭിനയിക്കുന്ന 5ാമത്തെ സീനിൽ ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെടണം. ഈ സമയത്ത് പുള്ളി വിശക്കണമെന്ന് പറഞ്ഞ് ചോറ് തിന്നാൻ. പിന്നെ ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റ് കേട്ടോ, കൃത്യനിഷ്ഠതയുണ്ട്. പുള്ളിക്ക് മനസ്സിലായി പുള്ളി പ്രത്യക്ഷപ്പെടുന്ന സമയമായിരുന്നു. ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയത്തിന്റെ കാര്യത്തിലാണോ? അഭിനയത്തിന്റെ കാര്യത്തിലും തിന്നണ കാര്യത്തിലും രണ്ടിലും ടൈമിംഗ് ഉണ്ട്. പുള്ളി കൃത്യസമയത്ത് തന്നെ ചേൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുക. എന്നിട്ട് ജനത്തിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ ഈ ചോറ് നിന്നിട്ട് കയ്യും കഴുകാതെ വന്ന് ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇവിടെ ഒരു ചിക്കന്റെ പീസ്, ഇവിടെ സാമ്പാറിന്റെ മുരിങ്ങാക്കോല്, ചോറിന്റെ തരി, ഇതൊക്കെ അവിടെ കൈയിരിക്കില്ല. ചുണ്ടത്താണ് മുളകിന്റെ പീസ്, സവോളയുടെ പീസ്, മുരിങ്ങാക്കോല്, ഇതൊക്കെ ഇരുന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. ഏതെടുത്താലും 20 രൂപ, ഏതെടുത്താലും 20 രൂപ, ഇതെടുത്താലും 20 രൂപ, ഇതെടുത്താലും 20 രൂപ, ഇതും എടുത്താലും 20 രൂപ, ഏതെടുത്താലും 20 രൂപ. ആ 20 രൂപയല്ലേ നോക്കൂ. എന്നെ വന്ന് എടുത്തോ, 20 രൂപ തരാം. ഞാൻ വേസ്റ്റ് എടുക്കാറില്ല. അതല്ല മാഡം ഈ സ്റ്റുഡിയോ ഓണർ അല്ലേ, പിന്നെ എന്തിനാണ് ഇതിന്റെ കച്ചവടമൊക്കെ നടത്തുന്നത്? സൈഡ് ബിസിനസ്. സൈഡ് ബിസിനസ്. അതായത് ജീവിക്കാൻ വേണ്ടിട്ടേ നമ്മൾ ചില സൈഡ് ബിസിനസ് ഒക്കെ വേണം നമുക്ക്. ഈ ബാലയൊക്കെ നിർത്തിട്ട് ഒരു സൈഡ് ബിസിനസ് തുടങ്ങണം. എന്ത് സൈഡ് ബിസിനസ്? അല്ല ഈ സ്റ്റുഡിയോയുടെ സൈഡിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങണം. അല്ല മാഡം ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വിൽക്കുന്നേ? ചന്ത. സ്വഭാവം അല്ലേ ചോദിച്ചത്? അല്ല ഞാനിതൊക്കെ പൊതുവെ ചന്തയെ കൊണ്ടാണ് വിൽക്കാറ്. പിന്നെ ബാക്കി വരുന്നത് ഞാൻ ഈ നമ്മുടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടല്ലോ, ട്രാഫിക് സിഗ്നൽ കാരണം ഈ കുറെ കാറുകളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിടക്കില്ലേ, അവരുടെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇതാ, പ്രത്യേകിച്ച് എന്താ അവിടെ ഈ കാറിന്റെ സാധനം അന്യ സംസ്ഥാന തൊഴിലാളികളല്ലേ ഇത് വിൽക്കാൻ നടക്കുന്നത്. എന്റെ പൊന്ന് രാജുവേട്ട, അവര് മാത്രം ജീവിച്ചാൽ മതി, നമ്മളും ജീവിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ അവരുടെ ഇടയിൽ കൂടി നമ്മൾ സൈഡ് ബിസിനസ് നടത്തണം. അങ്ങനെ ഞാൻ ഓരോ വണ്ടികളുടെ ഇടയിൽ കൂടെ ഓരോ വണ്ടിയുടെ ഗ്ലാസിന്റെ ചില്ല് പോയിട്ട് ഇങ്ങനെ ഒട്ടിക്കും. ഈ വണ്ടിയുടെ ഇടയിൽ കൂടെ ഒക്കെ മാഡത്തിന് പോകാൻ പറ്റുമോ? അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ടല്ലേ. ഞാൻ ഇങ്ങനെയായിട്ട് പോവും. ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ഓരോ കാറിന്റെ ഇടയിൽ ഇങ്ങനെ ഒട്ടിച്ച് പോയിക്കൊണ്ടിരിക്കല്ലേ, അവിടെ ഒരു കല്യാണ ചെറുക്കന്റെ കാർ ഉണ്ടായിരുന്നു, ബ്ലോക്കിൽ കിടക്കായിരുന്നേ. അങ്ങനെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാശൊക്കെ ഉണ്ടാക്കി ചെക്കന്റെ കാറിന്റെ സൈഡിലെത്തി. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിപ്പോ കൊള്ളാലോ, ഇത് പോരാ, കുറച്ച് നല്ല നീളത്തിൽ കറുത്ത് വലിയ ഒരു സാധനം ഈ ഒട്ടിക്കണ ആങ്കർ, അത് കൊണ്ടുവന്നിട്ട് ഞാൻ ഒറ്റ ഒട്ടിക്കല്. ഞാൻ നോക്കിയപ്പോഴേ ആ ചെക്കൻ എന്റെ മുഖത്തേക്ക് നോക്കണു. ഞാൻ ഒട്ടിച്ചത് ആ ചെക്കന്റെ മുഖത്തായി പോയി. അതെങ്ങനെ നടക്കും? അവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല, അത് ഓപ്പണായിരുന്നു. ഈ കറുത്ത് തടിച്ച കൊടവയറൊക്കെ ഉള്ള ചെക്കന്റെ പേത്തേ ഈ മുഖത്തിങ്ങനെ ഇത്രയും നീളത്തിലുള്ള ഒരു ആങ്കർ കൂടി ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കേ മൊത്തത്തിലൊരു കുട്ടിയാനയുടെ ലുക്ക്. ഇപ്പൊ കണ്ട ഒരു പിടിയാനേരുണ്ടല്ലോ. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതുപോലെ ഇരുന്നതാ. പിന്നെ എന്തൊറ്ററിയോ, ആ ചെക്കൻ പെട്ടെന്ന് വൈലന്റ് ആയിട്ട് ദേഷ്യത്തോടുകൂടി ഒരു ഒറ്റ ഇറക്കം. അല്ല ഇതപ്പോ ഊരിയെടുക്കാറുന്നില്ലേ? ഊരിയെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, എത്ര വലിച്ചിട്ട് അത് കിട്ടില്ല. അങ്ങനെ ആ ചെക്കൻ ആകപ്പാടെ വൈലന്റ് ആയിട്ട് ചെക്കൻ അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കേ അവിടെ ചുറ്റിനുണ്ടായിട്ട് കാറുകൾ അതിലെ ആൾക്കാരൊക്കെ ഇല്ലേ, അവര് ഇറങ്ങി എങ്ങിട്ടെന്നില്ല, ഒറ്റ ഓട്ടം. അതെന്തിനാ? അവര് വിചാരിച്ചൊരു കുട്ടിയാനെ ഇറങ്ങിയതാണത്. ഈ മാഡത്തിന്റെ കയ്യിൽ ചെണ്ട കൊട്ടുന്ന ഗിർലയുണ്ടോ? ചെണ്ട കൊട്ടിയാ മതി, ബാക്കി എല്ലാം കറക്റ്റ് ആയിരിക്കും. ഞാൻ ഒരു ഫോൺ വന്നെ. ഹലോ, രാവണനാണ്. അല്ല പ്രസാദാണ്, പറഞ്ഞോ. എപ്പോ? ഞാൻ വരാം അവിടേക്ക്. അതെ സാറേ, പരിചയത്തില് ആരെങ്കിലും വക്കീലന്മാരുണ്ടാവോ? എന്തിനാ? ഒരാളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയാ. അയ്യോ, കടവൽ കച്ചനെ പോലീസ് പിടിച്ചു.
എന്തിന്? കടവൽക്കാരി ബാലയ്ക്ക് വേണ്ടി ഡ്രസ്സ് വിട്ടുകൊണ്ട് വന്ന വഴിയാ. അപ്പൊ അവൻ ആ മെയിൻ റോഡിന്റെ സൈഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റോഡ് സൈഡിൽ നിന്ന് സിഗരറ്റ് മരിച്ച റോഡ് വെക്കിട്ട് മൂത്രം ഒഴിച്ചു. ഇത് പോലീസുകാർ കണ്ടുവന്ന് അവനെ പൊക്കിക്കൊണ്ടുപോയി. ഞാൻ കാര്യപ്പെട്ടെ ഈ പബ്ലിക് റോഡിൽ മൂത്രം ഒഴിക്കുന്നതും പൊതു സ്ഥലത്ത് സേർട്ട് വലിക്കുന്നതും തെറ്റല്ലേ? തെറ്റാണ്. ഇവൻ കടവൽക്കഥനല്ലേ? ഇവന്റെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. ഇവനെ പറഞ്ഞുകൂടാ. എന്തായാലും ഒരാളോ കിട്ടുമെങ്കിലും ഒന്ന് കൊണ്ടുവന്നെ. നോക്കട്ടെ, ഇയാളെ ചെല്ലേ. ഒരു 100 രൂപ ബസ് കാശിനാ. ബസ് കാശിനാ? അതെ, ഇവിടെ സ്റ്റേഷന് വളരെ തൊട്ടടുത്ത 10 ഉറുപ്പ്യ ആവശ്യം. ഈ 10 നിലക്ക് കൂടെ ടിക്കറ്റ് എടുക്കട്ടെ. 100 രൂപ ആവൂലേ? കൗണ്ടറിൽ പോയി ചോദിച്ചോ. കാശ് ചോദിക്കുമ്പോ പിന്നെ പട്ടിയെ പോലെ പണിയെടുക്കണം. കാശ് എടാ ബിജു ഉറങ്ങല്ലടാ. എന്റെ സംശയം അതല്ലേ, ഈ രാവണന്റെ ഒരു കോള് വന്നാലേ ഈ 10 തലയിൽ എവിടെ വെച്ചിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യാ അല്ലേ? അല്ല, ചിലപ്പോ നമ്മള് ഇയർഫോൺ കണക്ട് ചെയ്ത് 10 തലയിലും കൊടുക്കുമായിരിക്കും അല്ലേ? ഐഡിയ ഐഡിയ. സ്പീക്കർ ഫോൺ ചെയ്താ പോരെ? ആ മതി. ബുദ്ധിമാൻ. അല്ല, ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. ഇതൊക്കെ നിസ്സാര ചീള കേസല്ലേ. ഇപ്പൊ രാവണന്റെ ഒരു ഫസ്റ്റ് നൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലേ ബാക്കി 9 തലകൾ ഇത് കാണും. അവന്മാർ ഇത് ഷൂട്ട് ചെയ്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നില്ലേ? എനിക്ക് അതൊക്കെ എന്റെ ടെൻഷൻ. അത് വളരെ മോശമല്ലേ? വളരെ നിസ്സാരമായ സംശയങ്ങളാണ്. ഹലോ, ദൈവമേ. ദൈവം ഫോണിൽ വിളിക്കുന്ന ഓക്കെ സാർ, ഓക്കെ. ദൈവമല്ല, പിന്നെ? പോലീസ് സ്റ്റേഷൻ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ രാവണല്ലേ? രാവണനെ പോലീസ് പിടിച്ചു. ആ പോലീസുകാര് പറയത്രേ, രാവണന് 10 തലയുണ്ടല്ലോ, ഒരു ഉടലേ ഉള്ളൂ, അപ്പൊ ബാക്കി 9 ഉടൽ എവിടെയെന്ന് അതും പറഞ്ഞ് പോലീസ് പിടിച്ചു. അതെ, ഗഡോൾഗജിനെ ബെയിലെടുക്കാൻ പോയ രാവണന്റെ ബെയിലെടുക്കേണ്ട ഗതികേടായിരിക്കും. രാജുവേട്ടാ, ഒന്ന് വക്കീലിനെയൊക്കെ വിളിച്ചു പറഞ്ഞ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാം. ഞാൻ അവിടെ ചെന്നിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഈ രാവണനും ഗഡോൾഗജിനും എപ്പോഴും പാവം നമ്മുടെ മാഡം ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ഈ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് അതിഥിയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. സന്തോഷമായി. അപ്പൊ നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ANTV നല്ല പോലീസ് സ്വാഗതം. കാറ്റടിച്ചാൽ നോ ചാനലിലെ വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ക്യാമറ ഇല്ലേ സാറേ, ഈ ക്യാമറയുടെ ഈ ഫ്രണ്ടിൽ ലെൻസ്, ഈ ലെൻസ് വട്ടത്തിലാണല്ലോ ഇരിക്കുന്നത്. അത് റൗണ്ടാണ്. റൗണ്ടാണ്. നമ്മൾ ഇതിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഈ സാധനം നമ്മളത് ടിവിയിൽ അത് പിക്ചറായിട്ട് വരുമ്പോ അത് ചതുരത്തിലാണല്ലോ സാറേ കാണുന്നത്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പിടികിട്ടാത്തൊരു സംഭവം അതാ സാറേ. നീ എവിടാ ക്യാമറ പഠിച്ചത്? ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. നീ ഏത് പൂനെയിലാടാ പഠിച്ചത്? പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവൻ പറഞ്ഞു കേട്ടോ ചതുരത്തിൽ കാണുന്നെന്ന്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനി ചാനൽ മാറിയോ അല്ലെങ്കിൽ ചാനലിന്റെ പ്രതിച്ഛായ മാറുകയാണോ എന്നുള്ളത്. സത്യത്തിൽ സംഭവത്തില്ല. നമ്മുടെ കേരള പോലീസിന്റെ പ്രതിച്ഛായ ഒന്ന് മാറ്റി കൂടുതൽ ജനകീയരാവാൻ കേരള പോലീസിന്റെ ഒഫീഷ്യൽ ടീം നമ്മുടെ ഈ വേദിയിൽ സ്കിറ്റുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടതാണ്. ഇന്ന് നമ്മുടെ കേരള പോലീസ് ടീം എത്തുന്നുണ്ട് ഒരു തട്ടുപൊളിപ്പൻ സ്കിറ്റുമായിട്ട്. ANTV നല്ല പോലീസ് സ്വാഗതം. കാറ്റടിച്ചാൽ നോ ചാനലിലെ വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാലക്കാട്ട് സൂര്യാഘാതമേറ്റ് ബോധം കെട്ട് വീണ വീട്ടമ്മയ്ക്ക് കൃത്രിമ ശ്വാസം നൽകിയ വ്യക്തി ഭർത്താവ് ചന്ദ്രന്റെ ആഘാതത്താൽ ഹോസ്പിറ്റലിൽ. മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോയ കുമാരൻ പച്ചക്കറിയുടെ വിലയേറ്റ് പൊള്ളലേറ്റ് മരിച്ചു. ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമാണെന്ന് പരസ്യമായി പറഞ്ഞ നേതാവ് വെട്ടിലായി. തനിക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം എന്ന് ചോദിച്ച പത്രക്കാരോടാണ് ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമാണെന്ന് നേതാവ് പരസ്യമായി പറഞ്ഞത്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം. ആ വാർത്ത കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു? എല്ലാം കിട്ടി സാർ, എല്ലാം ഓക്കെ. എന്താ കുറച്ച് പരിഗണന എന്താണ്? എനിക്ക് 10 ദിവസം ലീവ് വേണമായിരുന്നു. ഇവിടെ ആളും പേര് വന്നിരിക്കുന്നത് എന്താണ് ഈ 10 ദിവസം ലീവ്? സാറേ, എന്റെ ഭാര്യയുടെ പ്രസവത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഭാര്യയുടെ പ്രസവത്തിന് അവിടെ കല്യാണം കഴിച്ചിട്ട് നാളെ? എന്റെ കല്യാണം കഴിച്ചിട്ട് 5 മാസം. എടാ കേട്ടോ, 5 മാസം ആയുള്ളൂ ഇവന് കല്യാണം കഴിച്ചിട്ട്. ഇവനിപ്പം പറയൂ ആ പെണ്ണ് പ്രസവിക്കാൻ സമയമായെന്ന്. എന്റെ മോനെ 10 മാസം വേണം ഒരു സ്ത്രീ പ്രസവിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കേട്ടാ. സാർ തന്നെ അമരത്തിലാ പറയുന്നേ. എന്താണ് സാറേ, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ട് എത്ര മാസമായി? നീ അവളെ കല്യാണം കഴിച്ചിട്ട് 5 മാസം ആണല്ലോ. ആയി. അവൾ എന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര മാസമായി? അവള് നിന്നെ കല്യാണം കഴിച്ചിട്ട് 5 മാസം ആണല്ലോ. 5 5 10 മാസമായല്ലോ.
നീ അവളെ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുവന്നു? പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രി. പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രി നീ കൊണ്ടുപോകും. ആ. ആ ലേബർ റൂമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാറ്റി ആ വാതിലിന്റെ ഇവിടെ ഒരു പ്രത്യേക സാധനം എഴുതി വെച്ചിട്ടുണ്ട്, സൈക്കാട്രിക് വാർഡ്. അവിടെ നീ ആദ്യം നിന്നെ കൊണ്ടൊന്ന് കാണിക്കണം. അതെന്തിനാ? നിനക്ക് ഭ്രാന്താണാ. ഒരാളി എന്നെ കുറിച്ച് ഇങ്ങനെ പറയരുത് കേട്ടോ. പറഞ്ഞത് എന്താണ്? ഒരാളിക്ക് എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. എന്ത്? ഞാൻ ഈ ഉണക്ക ചാനൽ ജോലി ചെയ്യേണ്ട ആളൊന്നും അല്ല ഞാൻ. എനിക്ക് ഇഷ്ടം പോലെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോർട്ട് ഫിലിം ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഷോർട്ട് ഫിലിമാ ചെയ്തത്? 5 എണ്ണം ചെയ്തു. അവസാനത്തെ ഷോർട്ട് ഫിലിം എനിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. ആ ഷോർട്ട് ഫിലിമിന്റെ പേരെന്തുവാ? ആ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് ഇല്ലാതായി. ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടതാ. സാറേ ഉണ്ടാവും. ആ ഷോർട്ട് ഫിലിം ഇറങ്ങേണ്ട അന്ന് വൈകിട്ട് അതിന്റെ പ്രൊഡ്യൂസർ മരിച്ചില്ലാതായി. പിന്നെ അതിന്റെ പിറ്റേ ദിവസം അവന്റെ ഭാര്യയും മക്കളും ഈ നാട്ടിൽ നിന്നേ ഇല്ലാതായി. എന്നെ കൂടെ തൽക്കാലം ഈ ചാനൽ ഇല്ലാതാക്കാനാണോ ഇവിടെ കൂടെ കൂടിയിരിക്കുന്നത്? നീ കുറച്ചു മുമ്പ് പറയണത് ഇത് ഉണക്ക ചാനൽ. പിന്നല്ല ഉണക്ക ചാനലല്ലയോ? ഞങ്ങളെ പോലെ ആരും വേറെ ആരും ഇവിടെ ജോലി ചെയ്യാൻ വരുമോ? എടാ തുണ്ണ ചോറിന് നന്ദി കാണിക്കും. ഇത് ഉണക്ക ചാനലാണ് കേട്ടാ. അവൻ പറയും സാറേ, അവൻ പറയും. മുതലാളി ഒരു കാറ്റടിച്ച ഒരു കമ്പ് വീണ അപ്പ ജെയിംസ് ആകുന്ന ചാനലല്ലേ മോഹൻലാലിന്റെ ചാനല്? അങ്ങനെ ഒരു കാറ്റടിച്ച അപ്പ ജെയിംസ് ആകുന്ന ചാനല് ജെയിംസ് ജെയിംസ് കേട്ടോ. 5 ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ. അവന്റെ വായിന്ന് വിട്ട വാക്ക് കേട്ടോ, ജെയിംസ്. ജെയിംസ് എടാ പൊട്ട, ജെയിംസ് അല്ല, പിന്നെന്താ ഗ്രെയിൻസ്. ജെയിംസ് ആയിരുന്നത്? കുത്ത് കുത്ത് ടി വിയിലെ കുത്തൂത്തായിട്ട് വരുന്നേ. ആ കുത്ത് നിനക്ക് കിട്ടാത്തതിന്റെ വല്ലാത്ത കുത്തൽ നിനക്കുണ്ട്. മിണ്ടാതെ അവിടെ ഇരുന്നോ, കേട്ടാ. മുതലാളി എന്താണ്? എന്റെ ശമ്പളം എന്ത് തരുന്നുണ്ടോ? നിന്റെ ശമ്പളം തരാമെങ്കിൽ നീ ആദ്യം നിന്റെ പേര് മാറ്റിയിട്ട് വരണം. നിന്റെ ശമ്പളം തരണമെങ്കിൽ അന്നേരം തരാം ശമ്പളം. എന്റെ പേരിന് എന്ത് കുഴപ്പം? നിന്റെ പേരെന്താണ്? എന്റെ പേര് ബോസ്. ബോസ്. ആ. എടാ ഞാൻ ഈ സ്ഥാപനത്തിന്റെ ആരാ? മുതലാളി ഈ സ്ഥാപനത്തിന്റെ ബോസ്. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ബോസാണ്. ആണ്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ബോസ് ആ. ഒരു തൊഴിലാളിയെ ബോസ് എന്ന് വിളിക്കൂ? അതില്ല. അതില്ല. അതുകൊണ്ടാണ് നിന്റെ പേര് മാറ്റിയിട്ട് എന്ന് വരുന്നോ അന്ന് നിനക്ക് ഞാൻ ഇവിടുത്തെ ശമ്പളം തരാന്ന് പറയാം കേട്ടാ. ശരി. ആ. എന്റെ പേരിന്റെ പ്രശ്നം കൊണ്ട് എനിക്ക് ശമ്പളം തരാത്തെങ്കിലേ അതെ. ഇന്ന് തന്നെ ഞാൻ ഗസറ്റ് വിജ്ഞാപനം ചെയ്ത് എന്റെ പേര് മാറ്റാം. ഇന്ന് തന്നെ നീ എസ് എഫ് ടി വിജ്ഞാപനം കൊടുത്ത് നിന്റെ പേര് മാറ്റും. എന്റെ പേര് മാറ്റും. പകരം നീ ഏത് പേരിടും? പ്രഭു. പ്രഭു നാക്കുന്നു. പ്രഭു. ആ. അങ്ങനെയാണെങ്കിലേ ഇവരെല്ലാ ദിവസവും ഗസറ്റ് ഓഫീസിൽ കയറി നിന്റെ ഊപ്പാട് വരും കേട്ടോ. ഇങ്ങനെയാണെങ്കിലേ നമ്മൾ തുറച്ചേർച്ചേ പോകത്തില്ല. തുറച്ചേർച്ച പോകാൻ നീ KS ചിത്രയും ഞാൻ KJ യേശുദാസുമാണോ? ഒരാളുടെ കളിയാക്കി ഇളകിയായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ഈയിടെ കളിയാക്കി എന്നോട് കൂടുന്നുണ്ട്. നീ കൂടുതൽ സംസാരിക്കണ്ട. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പരസ്യമായിട്ട് പറയണം കേട്ടോ. ആ. എന്താണ് നിനക്ക് എന്താ പ്രശ്നം? കുറച്ചു നോക്കുന്നുണ്ടല്ലോ. അല്ല സാറേ, കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഒരു വല്ലാത്തൊരു തീക്ഷ്ണമായ ബുദ്ധിമുട്ട്. എന്താണ്? എനിക്ക് എത്ര പറഞ്ഞിട്ട് എനിക്കോട്ട് മനസ്സിലാവുന്നു സാറേ. എന്ത് പ്രശ്നം എന്താണ്? നമ്മുടെ ഈ ക്യാമറ ഇല്ലേ സാറേ, ഈ ക്യാമറയുടെ ഈ ഫ്രണ്ടിൽ ലെൻസ്, ആ. ഈ ലെൻസ് വട്ടത്തിലാണല്ലോ ഇരിക്കുന്നത്. അത് റൗണ്ട് ആണ്. റൗണ്ട് ആണ്. നമ്മൾ ഇതിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഈ സാധനം, ഇപ്പൊ നമ്മൾ നോക്കുക ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഈ സാധനം, നമ്മളത് TV-യിൽ അത് പിക്ചറായിട്ട് വരുമ്പോ അത് ചതുരത്തിലാണല്ലോ സാറേ കാണുന്നത്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പിടികിട്ടാത്തൊരു സംഭവം അതാ സാറേ. നീ എവിടാ ക്യാമറ പഠിച്ചത്? ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. നീ ഏത് പൂനെയിലാടാ പഠിച്ചത്? പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവൻ പറഞ്ഞു കേട്ടോ ചതുരത്തിൽ കാണുന്നെന്ന്. ന്യൂസ് റീഡ് ചെയ്യുന്ന സമയം ആ പയ്യൻ വന്നിട്ടുണ്ടോ? ആര് വായിക്കും? ന്യൂസ് ഞാൻ പയ്യനില്ലേ? ന്യൂസ് ആര് വായിക്കും? എന്താണ്? മുതലാളി 100 രൂപ ഒരു മുറുക്കാനും മേടിച്ചു കൊടുത്ത ആരാ ന്യൂസ് വായിക്കാൻ വരുന്നേ? അവൻ പോയി നിർത്തിയിട്ട് പോയി. ഇന്നലത്തെ അവൻ ഇവിടെ ശമ്പളം കിട്ടത്തില്ലെന്ന് പറഞ്ഞ പോയപ്പോഴേ എനിക്ക് മനസ്സിലായി. എടാ ഞാൻ ഒരു മുഴ മുമ്പേ എറി ഇയാൾ വരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ സെറ്റപ്പ് ഒരു വിദേശിയെ കൊണ്ടുവന്നിട്ടുണ്ട്. വിദേശിയെ കൊണ്ടുവന്നു? വിദേശി ഇവിടെ വാർത്ത വായിക്കാൻ വരാൻ പോയില്ലേ? എന്തിയോടെ? എടാ നമ്മുടെ കണക്ഷൻ 473 കണക്ഷൻ ഉള്ള ചാനലാണ്. ഇതിനകത്ത് 23 കണക്ഷൻ ബംഗാളികളുണ്ട്. ഈ ബംഗാളികളുടെ വീട്ടിന് വേണ്ടിയുള്ള കണക്ഷൻ ഉൾപ്പെടെ നമ്മൾ വിദേശികളെ കൊണ്ട് വായിക്കാൻ പറ്റും. സെറ്റപ്പ് ഒരു വിദേശി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലേ? ആള് പുറത്ത് ഇപ്പോഴും നീ കണ്ടില്ലേ പുറത്തൊരാൾ കുത്തിയിരിക്കുന്നത്? പുറത്തൊരാൾ കുത്തിരിക്കുന്നത് അത് വാർത്ത വായിക്കാൻ വന്നവനാ. കുത്തിയിരിക്കുന്നത്? വിദേശത്ത് വന്ന് ബംഗാളി വന്ന് താമസിക്കുന്ന ഒരു കക്ഷി. അങ്ങനെ ബംഗാളിയാണ്. ഒന്നാട്ടെ വാ. ഇടുക്കുമാരാ. നമസ്കാരം. സുന അല്ല, വാർത്ത വാർത്ത വാർത്ത. വാക്രു അല്ല, വാർത്ത വാർത്ത. മുതലാളി വാർക്കാനല്ല പറഞ്ഞത്, വാർത്ത. ന്യൂസ് 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 ഇവിടെ നിന്ന് വായിക്കണം കേട്ടാ. ദോശയൊക്കെ പിന്നെ തരാം. തിന്നുന്ന കാര്യമല്ല, ദോശയല്ല. ന്യൂസ് ഖാന പിന്നെ വാർത്ത വായിച്ചിട്ട് ഖാന ഓത്തർജിയോ? സുന ഇവന്മാർ എന്തോ പറഞ്ഞാലും സുനയാന്നല്ലോ. എന്തൊരു സുന ഇത്? വാർത്ത വായിക്കണം. വാർത്ത. കോട്ടിയുടെ കോട്ട് കോട്ടു 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 കോട്ടുയുടെ കോട്ടു കോട്ടു. വാർത്ത വാർത്ത വാർത്താജി വാർത്താജി
വാർത്താജി വാർത്താജി ഓച്ചിനക ഒച്ചിനൊക്കെ കേറിക്കോ കുശാനകെ പന്തളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്തര മഹോത്സവം മാർച്ച് 20 മുതൽ 30 വരെ നടത്തപ്പെടുന്നു. ഓക്കെ കുശാക പന്തൻ ചനകെ മേക്കെ ഷാനെ തുസ്കോ ചനം പനിന കുശാനകനകെ അപ്പൊ ഈ ഓക്കെ ചനം പനതി ഓക്കെ കോൺ പൻ പനിതി എവിടെ പോയാലും ഇമാര് കുത്തിയിരിപ്പാണ്. അട്ടേ പിടിച്ച് മെത്തയിരിക്കുന്നവർ കിടക്കത്തില്ല. നടക്കത്തില്ല. തോസോ മാൻ കിന്തൻ ഹലോ ഹലോ കുശാനക ചൻ പനത കോച്ചൻ പനത കുശാനക ചനികെ सुनाका होता है तो ओके थैंक यू प्रश्न के आपसे ഇമാരി പെണ്ണുങ്ങളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെന്ന് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പെണ്ണുങ്ങളെ വിളിച്ചു തോന്നുന്നു. ഇപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. मैं हां सोने की बनता चनो को बिना का दान करे थे ഞാന് तो कौन चांस पने ഞാൻ ഈ KNTV-യുടെ പ്രൊപ്പറേറ്റർ ആണ്. क्वेश्चन की ഹലോ चलो ഹലോ चलो क्या बात करे क्या बोलो पारिया कोल टेंशन नहीं है पारिया कोल का चोफनी ഭാര്യയെ വിളിച്ചോണ്ടിരുന്നായിട്ട്. नो ആരുടെ ഭാര്യ? स्कूटर पारियो കൂട്ടുകാരന്റെ ഭാര്യ. सुना के चलो शनाकानी साची चलो എടാ അത് ഗ്ലാസ് പൊട്ടിയിരിക്കോ, നിന്റെ ചുണ്ട് കീറും. सुना ചുണ്ട് കീറും ചുണ്ട്. सोने से दे चना ആണ്ട ഹാൻസ് കൊടുക്കാൻ. ഹാൻസ് വെക്കരുത്. പോലീസ് അടിക്കും. ഇത് കേരളമാണ്. കേരളം खेलो കേരളം खेलो കേരള പോലീസ് खेलो पुलिस പോലീസ് सरे അടി अड़ी നിയമം ఏమో എല്ലാം అల్లా ഇവിടെ കിട്ടും. ഇവിടെ കിട്ടോ കിട്ടും. ഓ അതുകൊണ്ട് പറയുന്ന കേൾക്കണം കേട്ടാ. സുനാ മോലാളി ഇതാന്ന മോലാളി പറഞ്ഞ വലിയ വിദേശി ഇവൻ വിദേശിയാണ്. ഇവനോ? പിന്നെ അല്ല ഒന്നാം തരം വിദേശിയല്ലയോ. പക്ഷെ ഇവര് ബംഗാളി വന്ന് താമസിച്ചു. അങ്ങനെ ബംഗ്ലാദേശിയായി. ഇവൻ ബംഗ്ലാദേശി അല്ലേ മോലാളി, ഇവനാണ് ബംഗാളി. ഇത് നമ്മുടെ തൊഴിലാളി. തൊഴിലാളി. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യത്തില്ല. കേൾക്കണം? കേട്ടാ? ശരിയാ. അടിക്കാം. ഒരേ. നീ അടിക്കണോ പറഞ്ഞു? മാറിക്കണോ? കൊച്ചനാ നിന്നോട് അടിക്കാൻ പറഞ്ഞോ? ഞാൻ നീ പറഞ്ഞ വാർത്ത ബാട്ടോ ഞാൻ പറയുന്ന കേക്കാവോ? കൊച്ചി ഇന്നലെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നല്ലോ. അന്ന് കോട്ടം കൊണ്ടിട്ട് ആളങ്ങ് മാറിയോ? ഈ കസേര പോയി ഇരുന്നോണ്ട് ഇത് വായിക്കണം. ബാച്ചോ വായിക്ക് പഠിക്കണം. ബാച്ചോ ആ ബച്ചോ. ഓക്കെ കസേര പോരി. കൊച്ചനാ കസേര പോരി. മോലാളി ദൈവന്മാരെന്നല്ലോ സിമ്പിൾ പാവം കാണും. ഇവൻ കുളവാക്കും സ്ഥാനം. ഒരു കുളവാക്കത്തില്ല. ഇല്ലല്ലോ. സിമ്പിൾ ആയിട്ട് ഇപ്പൊ നീ നോക്കി അടുത്ത് പേക്ക് എടുക്കുമ്പോ കറക്റ്റ് ഓക്കെ ആണല്ലോ. കസേര ഇരിക്കല്ല പറഞ്ഞത്. സനാതനെ സനാതനയല്ല കസേര. കസേര 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 ഇരി. കസേരന്ന കസേര ഇരിക്കാൻ. കൃഷ്ണ എന്റെ ദൈവം ഇവന്മാർ എങ്ങനെ പറഞ്ഞു നിങ്ങൾ കുത്തിയിരിക്കത്തുള്ളൂ. ഇവൻ കുത്തിയേ ഇരിക്കത്തില്ല മോലാളി. ബംഗാളി കാല് താഴെ. കാലിയുടെ മത്സരമൊക്കെ പറഞ്ഞത് കൊച്ചാനൊക്കെ പറഞ്ഞു കൊച്ചാനൊക്കെ അങ്ങനെ ഇരിക്കത്തുള്ളൂ പറഞ്ഞു. ഈ ക്യാമറ എടുത്തിട്ട് നീ കൂടി ഇവൻ കുത്തിയിരിക്കാൻ കുത്തിയിരിക്കും. അതുപോലെ ഇരുന്നാ മതി. ആണ് അല്ലെങ്കിൽ പൊക്കി വെച്ചിട്ട് ആ സൈഡിൽ പോ. ഓക്കെ ആ സൈഡിൽ പോ. അല്ലാതെ ഇപ്പൊ രക്ഷയില്ല. ഓക്കെ. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യത്തുള്ളൂ. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ മോലാളി റെഡി അല്ലേ? ഓ കസേ പന്തളം. കുമ്പളം കുമ്പളമല്ല പന്തളം. കുമ്പളം എന്റെ പൊന്നോ കുമ്പളം. പന്തളം പന്തളം കറക്റ്റ്. അത് തന്നെ പന്തളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീരാമചാരക വംശൻ ഫോൺ പനാത്തോ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ മഹാശന ചേക്കക്കുലേ എടാ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സുരാജാമൻ ചത്തമേ ചമരതോ നാചർക്കിൽ മനെ സുന്തര ഹേ മുഷാന का मरे समेत दो चन मने के भुंटा करो हिमे मुशाना का बातो चंपा को कोनी चांबरे की भात चंपरे की भाने तो चुंबा मुशाना करे फले के माचा कंबरे की मैं के चंबरे बतिकने छोरा चंपा था फले कर छाना ബംഗാളി ബംഗാളി. മോലാളി ഞാൻ പോയി. അപ്പൊ തൽക്കാലത്ത് 11 മണിക്കുള്ള ന്യൂസേ ആ. വൈകിട്ടങ്ങ് വായിച്ചാല് വൈകിട്ട് വായിക്കാം, അത് മതി. ഒരു കാര്യം ചെയ്യാം, പരസ്യം ചെയ്യാം. പരസ്യത്തിന് ആരോ വന്നിട്ടുണ്ടെന്ന്. പരസ്യക്കാർ വന്നാട്ടെ പരസ്യം. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ. അപ്പൊ വളരെ ഇരിക്കാൻ
അപ്പോ നമ്മളിവിടെ പല രീതിയിലുള്ള പരസ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചായക്കടയാ, ചായക്കടയാണ് ഇട്ടൂപ്പിന്റെ പുട്ടുകട. അപ്പൊ ഇട്ടൂപ്പിന്റെ പുട്ടുകട എന്ന് പറയുന്ന പരസ്യത്തിനകത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു പുതിയ ഒരു പരസ്യം തോന്നുന്നുണ്ട്. കേരളത്തിന്റെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശം. ഗ്രാമപ്രദേശം. അപ്പൊ ഈ ഗ്രാമപ്രദേശത്തിൽ കേരളത്തിന്റെ മനോഹരമായ ഒരു ഗ്രാമീണ ഇടവഴി. ഈ ഇടവഴിയിലൂടെ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഗ്യാസ് സിലിണ്ടർ പുറകിൽ വെച്ചുകൊണ്ട് സൈക്കിളിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ചവിട്ടി വരികയാണ്. എഴുന്നേറ്റ് ചവിട്ടി വരുന്ന ആ സുന്ദരനായ ചെറുപ്പക്കാരൻ കടയുടെ ഫ്രണ്ടിൽ വന്ന ബെഞ്ചിനകത്ത് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരു ചായ. അപ്പൊ ഈ എഴുന്നേറ്റ് നിന്ന് ചവിട്ടി സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി നിന്ന് ഈ ചായ ചോദിക്കുന്നത് ആരാണ്? ആരാ നോക്ക്. മലയാളത്തിലെ ഏതോ ഒരു നടനാണല്ലോ, മോഹൻലാൽ. അടിപൊളിയായിരിക്കും. ഈ മോഹൻലാൽ ചായ കുടിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഇതേ സമയത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ രാവിലെ റബ്ബർ വെട്ടാൻ പോയിട്ട് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ച് ഈ കയ്യിൽ കുറെ ഒട്ടുപാല്, ഈ കയ്യിൽ ടാപ്പിംഗ് കത്തി, അദ്ദേഹം ഇങ്ങനെ നടന്നു വന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് പറയുന്നു, ഒരു ബ്ലാക്ക് ടീ. അതാണ് സാക്ഷാൽ രജനികാന്ത്. നിങ്ങളുടെ യൂട്യൂബിന്റെ പുട്ടുകടയാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. ഈ സമയത്താണ് മൂന്നാമതൊരു ചെറുപ്പക്കാരൻ പത്രം കൊണ്ട് വരികയാണ്. സൈക്കിളിന് ബെല്ലടിക്കുന്നു. പയ്യൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്നു. ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് പറയുന്നു, പത്രം. ഈ പത്രം കൊണ്ട് ഞാൻ പറയട്ടെ, ആരാണ് ഇത്? മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ നടനല്ലയോ? പറയൂ. ഞാൻ പറയും. മാമുക്കോയ. യൂട്യൂബിന്റെ പുട്ടുകട ഇങ്ങനെ വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരൻ മാമുക്കോയ. മനുഷ്യ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി. അടിപൊളിയല്ലേ? അടിപൊളി. അപ്പൊ ഈ 3 സിനിമാ നടന്മാർ വരുമ്പോ കളർഫുൾ ആയ ഒരു പരസ്യം. അപ്പൊ ഇതിന് ഒരു എത്ര എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും? എമൗണ്ട് എനിക്ക് പ്രശ്നമില്ല, പരസ്യം നന്നാവും. എന്നാലും ഒരു 10 രൂപ കിട്ടുമോ? 10 രൂപ കുറച്ചും കൂടെ താഴെ. കൂടെ എന്ന് പറയുമ്പം ഒരു 9 രൂപ എങ്കിലും വേണം. ഇത് വലിയ 3 കോസ്റ്റ്ലി അല്ലേ? 3 വലിയ സൂപ്പർ. അല്പം കൂടെ. ചേട്ടാ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും രജനീകാന്ത്, മോഹൻലാൽ, സുരേഷ് ഗോപി ഈ 3 പേർ കൂടെ കോൾ ഷീറ്റ് എല്ലാം കൂടെ വരുമ്പോ എങ്ങനെ ഒരു 8 രൂപയ്ക്കാണെങ്കിൽ ഓക്കെ ആക്കാം. 8.5 ഒരു 250 രൂപയും കൂടെ ഇട്ട് 8250 രൂപ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും. 8.5 ചോദിച്ചത്. 250 രൂപയും കൂടെ ഇട്ട് 8250 രൂപ. 8250. സുരേഷ് ഗോപി, രജനീകാന്ത് മസ്റ്റായിട്ടും വേണം, മോഹൻലാൽ വേണം. ഈ 3 പേർക്കൂടെ 8250 രൂപ. അല്ല പറഞ്ഞല്ലോ, എടാ ഇവരുടെയൊക്കെ കാലിലിടുന്ന ചെരുപ്പിനാവലോടെ 8000 രൂപ. നിങ്ങളല്ലേ ചെയ്തു തരാന്ന് പറഞ്ഞത്? എടാ 8 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു 8 കോടി രൂപയ്ക്ക് കണ്ടാണ് സംഭവം ചെയ്യാൻ പറഞ്ഞത്. അത് നിങ്ങളത് വിചാരിക്കും. ആര് പറഞ്ഞു? ഞാൻ വേറെ ആംബുലൻസ് നോക്കിക്കോളാം. നീ വേറെ യൂട്യൂബിന്റെ പുട്ടുകട എന്റെ അപ്പൂപ്പന്റെ പുട്ടുകട നിറ. നമ്മുടെ വരുന്ന പരസ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ശമ്പളം തരുത്താറ്. നിനക്ക് ശമ്പളം തരാൻ വേണ്ടിയല്ല ഞാൻ ഈ കഴിഞ്ഞ മാസം എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിട്ടുകൊണ്ട് പൈസ കൊണ്ടുവന്നത്. ഈ പൈസ കൊണ്ടുവന്നത് എവിടെ പോയി നിനക്കറിയോ? എവിടെ പോയി? എടാ നമ്മുടെ ഈ പഞ്ചായത്ത് മെമ്പർ ഞാനുമായിട്ട് ഭയങ്കര ഉടക്കാണ്. പുള്ളി ഈ വാർഡിൽ നിന്നാണ് ജയിച്ചത്. എന്നിട്ട് പുള്ളി ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയപരമായ ചെറിയ വിദ്വേഷം വെച്ചുകൊണ്ട് ഇയാൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ട് എന്റെ ഇരുന്ന പൈസ മൊത്തം ഇതിനെ നികുതി അടക്കണമെന്ന് പറഞ്ഞ് പൈസ പിടിച്ച് മേടിച്ചു. എനിക്ക് ശമ്പളം കൊണ്ടുതരുന്ന പൈസ നിനക്ക് മാത്രമല്ല, നിനക്ക് ഫിറോസിനും ഒക്കെ ശമ്പളം കൊടുക്കാനുള്ള പൈസ എങ്ങനെ പോയത്? അങ്ങനെ നമുക്കൊരു പണി കൊടുക്കാം. എങ്ങനെ കൊടുക്കൂടാ? നമ്മുടെ ഇന്നത്തെ ലൈവിലെ നമ്മൾ ആ ബസ്സിൽ അപമാനിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ഇന്ന് നമുക്ക് 3 മണിക്കത്തെ ആ പെൺകുട്ടിയെ നമ്മളിവിടെ വരുത്തുന്നു, ലൈവ് വിടുന്നു. അതിന്റെ കൂടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുന്നു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകത ഉണ്ട്. ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പുങ്കനാണ്. പുള്ളി ഈ ജൈവ കൃഷി വീടിന്റെ മൂല ഇങ്ങനെ കൃഷി ചെയ്യുന്നു. അയാളുടെ വീടിന്റെ മൂല അയാൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് ഇതിന്റെ അവാർഡ് കൊടുക്കാം എന്നും പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തുന്നു. കർഷകശ്രീ അവാർഡ്. ഓക്കെ. അപ്പൊ ഈ പെൺകുട്ടിയെ നമുക്ക് നേരെ ഇവിടെ ലൈവ് കൊണ്ടുവരുന്നു. ഞാൻ മറ്റേ കക്ഷിക്ക് കർഷകശ്രീ അവാർഡ് കൊടുക്കുന്നത് വളച്ചൊടിച്ച് ഇങ്ങോട്ടാക്കുന്നു. പൊതുജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായിരിക്കണം? ഈ പെൺകുട്ടിയെ അപമാനിച്ചത് ഇദ്ദേഹമാണെന്ന് വിചാരിക്കണം. രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്യുന്നു. അതിപ്പോ നമുക്ക് ഉങ്കനാട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടോ നോക്കാം. ഹലോ സാർ, നമസ്കാരം. ഇത് KN TVയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ് പറഞ്ഞാട്ടെ? സാറ് ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ. എന്താണ്? സാറ് വീടിന്റെ മുകളിൽ ജൈവ കൃഷി ചെയ്യുന്നു എന്നുള്ളത്. അത് നിങ്ങളും അറിഞ്ഞോ? ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യമാണല്ലോ. സാറിന്റെ വീട്ടില്, സാറിന്റെ പെങ്ങടെ വീട്ടില്, സാറിന്റെ സഹോദരിയുടെ വീട്ടില്, സാറിന്റെ സിസ്റ്ററിന്റെ വീട്ടില്. ഇതെല്ലാം ഒരാളല്ലയോ?
ഇതിൽ ഒരാളാണ് സാറിന്റെ അയൽവക്കത്തെ വീടുകളിൽ മൊത്തം സാർ ഈ കൃഷി പരിപോഷിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് സാർ. അപ്പൊ സാറിന് ഞങ്ങള് KNTV-യുടെ വരിക ഒരു ആദരവ് തന്നു കൊള്ളട്ടെ. പിന്നെന്താ സാറ് പെട്ടെന്ന് KNTV-യിലേക്ക് വരിക. സാറിന് കർഷകശ്രീ അവാർഡ് ഞങ്ങൾ ഇവിടെ തരാൻ പോവുകയാണ്. ഓ സന്തോഷം സന്തോഷം, ഞാൻ എത്തിക്കോളാം. സാറ് പ്രശസ്തനാകണ്ടേ? പിന്നെ ആൾക്കാര് കേൾക്കാത്തവരൊക്കെ എന്നെ കുറിച്ച് കേൾക്കണം. കേൾക്കും, കേട്ടിരിക്കും, ധൈര്യമായിട്ടിരിക്കൂ. അറിയാത്തവരൊക്കെ എന്നെ കുറിച്ച് അറിയണം. അറിയാത്തവർ സാറിനെ കുറിച്ച് ഇന്നു മുതൽ അറിഞ്ഞിരിക്കും. പറയാത്തവരൊക്കെ എന്നെ കുറിച്ച് പറയുക വേണം. പറയാത്തവരെല്ലാം സാറിനെ കൊണ്ട് നാളെ തൊട്ട് പറഞ്ഞിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ സാറ് സ്റ്റുഡിയോയിലോട്ട് വരുമോ സാർ? പിന്നെന്താ, വരാം വരാം. ഓക്കെ ഓക്കെ. ആദ്യം പെൺകുട്ടി വിളി. പാട്ടാവേ കൂടെ മാറിപ്പോന്ന് പാട്ടാടെ പെട്ടെന്ന്. കഴിഞ്ഞ ദിവസം ബസിൽ വെച്ച് അപമാനിതയായ ഒരു പെൺകുട്ടിയുടെ ജീവിത കഥ ഇന്ന് ഇവിടെ ചുരുളഴിയുകയാണ്. ആ പെൺകുട്ടി അപമാനിക്കപ്പെട്ട വിവരത്തെ പറ്റി അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഈ ചാനലിൽ എത്തിയിരിക്കുകയാണ്. ഈ ചാനലിൽ നിന്ന് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് നിങ്ങൾക്ക് മുൻപിൽ പുറത്തുവിടാൻ പോവുകയാണ്. ആ പെൺകുട്ടിയുടെ ദീനരോദനമാണ് നമ്മൾ കേൾക്കുന്നത്. ദീനരോദനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ? പതുക്കെ കഴിയും. KNTV-യുടെ ഈ ന്യൂസ്, ലൈവ് ന്യൂസ് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു സംഭവം? സാറേ, കഴിഞ്ഞ 16-ാം തീയതി ഞാൻ കായംകുളത്തുനിന്ന് എറണാകുളത്തോട്ട് പോവായിരുന്നു. ഹരിപ്പാട് എത്തിയപ്പോൾ എന്റെ കരത്തിന് മുകളിൽ മറ്റൊരു കരം അമർന്നു. അദ്ദേഹം കായംകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയ വഴിക്ക് ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ കരത്തിനു മുകളിൽ ആരോ കരമടയ്ക്കാൻ അദ്ദേഹത്തെ കരമടയ്ക്കുമല്ല, കൈയുടെ മുകളിൽ ബലിഷ്ഠമായ ഒരു പുരുഷകരം. അദ്ദേഹത്തിന്റെ കൈയുടെ മുകളിൽ ബസിന്റെ കമ്പിയെ പിടിച്ചപ്പോൾ ഒരു കൈ മറ്റൊരു കരം പതിഞ്ഞു അമർത്തി പിടിച്ചു എന്നാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. ഇവിടെ മുതലാളി എന്താണ് മുതലെടുക്കുകയാണല്ലേ? മുതലെടുക്കുമല്ല, കരമടച്ചതാണ്. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. അതൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും സ്ത്രീകൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനിയും ആരെങ്കിലും കുട്ടിയുടെ കൈകളിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ 112 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് നിങ്ങളുടെ ആ ലൊക്കേഷൻ കണ്ടെത്തി നിങ്ങൾ സംഭവം നടക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങളെ രക്ഷിച്ചെടുത്തുകൊണ്ട് ഈ കുറ്റം ചെയ്തയാളെ അവർ തുടരെ തന്നെ ആ പ്രതിക്കൂട്ടിലാക്കുവാനുള്ള രീതിയും കേരള പോലീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. മനസ്സിലായി. എന്താണ് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? സാറേ, അരൂരെത്തിയപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഹലോ ഹലോ കൈ ഒന്ന് എടുക്കാൻ. അയാള് കൈ എടുത്തപ്പോഴേ അദ്ദേഹത്തെ കണ്ടാ തിരിച്ചറിയുമോ? സാറേ, ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ഇതെന്നാണ് സംഭവം നടന്നത്? കഴിഞ്ഞ മാസം 16-ാം തീയതി. കഴിഞ്ഞ മാസം 16-ാം തീയതി നടന്ന സംഭവം ഇപ്പം വരെ എന്തുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത്? സാറേ, ഇതുവരെ എനിക്ക് ഭയമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഭയം മാറി? കേരള പോലീസിന്റെ സെൽഫ് ഡിഫൻസിന്റെ ക്ലാസ് കണ്ടതുമല്ല, എന്റെ ഭയം ഒന്ന് മാറി. എവിടെ വെച്ചാണ് ക്ലാസ് കാണുന്നത്? ഞങ്ങളുടെ പഞ്ചായത്തിലും കുടുംബശ്രീയിലും ഒക്കെ ആ സാറുമാർ വന്നായിരുന്നു ക്ലാസ് എടുക്കാൻ. കേരള പോലീസ് പഞ്ചായത്തിലും കുടുംബശ്രീയിലും വന്ന് സെൽഫ് ഡിഫൻസിന്റെ ക്ലാസ് എടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും ജനങ്ങളെയും ബോധവൽക്കരിക്കുന്നു എന്നുള്ള ഒരു പുതിയ വാർത്ത കൂടി ഇന്ന് KNTV നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് താങ്കൾക്ക് പേടി മാറിയത്. അന്നേരം ഞാൻ ചുരിദാർ എടുത്തിട്ടുണ്ടെങ്കിൽ പോകും. താങ്കളാകെ മാനസിക വിഷമത്തിലാണ്. ആന്ന് സാർ. താങ്കളുടെ ഈ കക്ഷിയെ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. അവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണ്ടേ? കൊണ്ടുവരണം. KNTV ഈ ഒരു പുതിയ എക്സ്ക്ലൂസീവ് ന്യൂസിന് വേണ്ടി കുറിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ബൈറ്റ് എടുക്കാറുണ്ട്. കുട്ടി എന്തായാലും പുറത്തിരിക്കുക. ഓക്കെ, താങ്ക് യു. പൊക്കൊണ്ടിരിക്കാണല്ലോ. അപ്പൊ നമുക്ക് ഈ കുട്ടിയുടെ ആരെയാണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ നല്ല നോക്കാം. മാഷ് വന്നിട്ടുണ്ടോ? മാഷുണ്ട്. നല്ല രീതിയിൽ ലിങ്ക് ചെയ്തോണം. കറക്റ്റ് ആണ്. ഇനിയിപ്പോ നമ്മൾ വാർത്തകൾ വളച്ചൊടിക്കണം. കർഷകനാണ് ഇദ്ദേഹം. ഇത് കർഷകശ്രീ അവാർഡിന് വേണ്ടി കിട്ടിയിട്ടാണ് പുള്ളിയോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ പുള്ളി ഇവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് കാര്യം ഇനി ജനങ്ങളാണ് കാണുന്നത്. അതെ. പഞ്ചായത്ത്
നമസ്കാരം മാഷ്, നമസ്കാരം. ഇരിക്കണം മാഷെ, ഇരിക്കണം. മാഷിന് എന്തിനാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയെന്നറിയാലോ? പിന്നെ എന്തിനാണ് പറയൂ. എന്നെ അറിയാത്തവരൊക്കെ അറിയണം, അറിഞ്ഞിരിക്കും. കേൾക്കാത്തവരൊക്കെ എന്നെ കുറിച്ച് കേൾക്കണം. മാഷിന്റെ കാര്യമല്ല ഇന്ന് നാട്ടുകാർ കേട്ടിരിക്കും. പറയാത്തവരൊക്കെ എന്നെ കുറിച്ച് പറയണം. മാഷേ, പ്രസിഡന്റിനെ പറഞ്ഞിരിക്കൂ. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസിന്റെ ലിങ്കാണ് വീണ്ടും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് എന്താണ് നടന്നതെന്ന് ചോദിക്കാം. എത്ര വർഷമായി ഈ പ്രസിഡന്റ് തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 10 വർഷമായി ഞാനിത് തുടങ്ങിയിട്ട്. 10 വർഷക്കാലം കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇദ്ദേഹം ചെയ്യുന്നു എന്നാണ് പൊതുജനത്തിന്റെ മുൻപിൽ ഇദ്ദേഹം പരസ്യമായി സമ്മതിക്കുന്നത്. ഈ പറയുന്നത് മറ്റാരുമല്ല, ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ എന്റെ കൂട്ടുകാർ പറയുമായിരുന്നു ഇതിനകത്ത് നല്ല ഭാവിയുണ്ട്, തുടരണമെന്ന്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികളെല്ലാം കൂടി പഠിക്കാൻ വേണ്ടി പാഠപുസ്തകമായി പോകുമ്പോഴും ഈ പ്രസിഡന്റിന്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പൊതുജനത്തിന് മുൻപിൽ സമ്മതിക്കുകയാണ്. എന്റെ അമ്മാവനായിരുന്നു എന്റെ ഒരു മാർഗദർശി. അമ്മാവനായിരുന്നു ഈ പ്രവർത്തികൾ ചെയ്യാൻ ഇദ്ദേഹത്തെ കൂടുതൽ സഹായിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അമ്മാവനിൽ നിന്നാണ് ചില പൊടിക്കൈകളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എന്റെ ചില പൊടിക്കൈകളൊക്കെ അമ്മാവൻ മനസ്സിലാക്കിയോ എന്നൊരു സംശയമുണ്ട്. ഈ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അമ്മാവൻ വരെ ഇത്തരത്തിലുള്ള വിദ്യകൾ പഠിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നതിന് മാഷിനെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആരാണ്? അത് എന്റെ സ്വന്തം ഭാര്യ തന്നെ. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നന്നാവുമെന്നൊക്കെ എന്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ സഹായിക്കുന്നത് എന്നാണ് അദ്ദേഹം പൊതുജനത്തിന്റെ മുൻപിൽ സംഭവിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണിത്. തനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ തനിക്കും ആകാം ഇത്. ഞങ്ങളെ കൂടെ ഇതിലേക്ക് വലിച്ചഴക്കാനുള്ള ശ്രമമാണ് ഈ പ്രസിഡന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റിന്റെ അടുത്ത ലക്ഷ്യം എന്താണ്? ഈ പഞ്ചായത്ത് കൂടാതെ മറ്റു 3 പഞ്ചായത്തിൽ കൂടെ ഈ പരിപാടി നടപ്പിലാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ പഞ്ചായത്തിലല്ലാതെ മറ്റു 3 പഞ്ചായത്തുകളിൽ ഒരേ സമയം ഈ പരിപാടി നടത്തണമെന്നാണ് ഈ മനുഷ്യന്റെ ആഗ്രഹമെന്നാണ് ഈ നരാധവൻ പറയുന്നത്. ഇത്ര വൃത്തികെട്ട ഒരു വൃത്തിഹീനമായ പ്രവൃത്തി ഒരു വാഹനത്തിൽ കയറി കാണിച്ചിട്ട് അത് മറ്റ് പഞ്ചായത്തുകളിൽ ഒരേ സമയം കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുകയാണ്. വിഷയം മാറിയിട്ടില്ല. ബസ്സിൽ വെച്ച് പാവ പിടിച്ച ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കരമമർത്തിയിട്ട് വെറും പിലാത്തോസിനെ പോലെ കൈ കഴുകുകയാണ് ഈ മനുഷ്യൻ. നിങ്ങളെ അധമനാണ്, നിങ്ങളെ അടിയാണ് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഒന്നും സംസാരിക്കണ്ട. ഞങ്ങളുടെ ലേഖകൻ ഇദ്ദേഹത്തിന്റെ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ട്. മിസ്റ്റർ ഫിറോസ്, എന്താണ് അവിടെ നടക്കുന്നത്? എവിടാണ് നിൽക്കുന്നത്? കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനിപ്പോ നിൽക്കുന്നത് പുത്തൻചന്ത പഞ്ചായത്തിലാണ്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വളരെയധികം രോക്ഷാകുലരായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ ഇദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം പ്രഖ്യാപിക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടമാണ് ഇപ്പൊ പഞ്ചായത്തിലുള്ളത്. ദികേഷ്, ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും തനിക്കെതിരെ പ്രതികരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും രോക്ഷാകുലരായിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ ഒന്നടങ്കം ജനങ്ങളും ഇദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം നശിപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. പഞ്ചായത്തിൽ നാളെ ഹർത്താലിന് ആഹ്വാനിച്ചിട്ടുണ്ടോ? ഇരു പാർട്ടികളും ഈ സമയം ഒരുമിച്ച് ഇതിനെപ്പറ്റി ഒരു ആലോചനയിലാണ്. നാളെ ഏതാണ്ട് ഈ സമയത്തോടുകൂടി ഹർത്താൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ ഭേദമന്യേ ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത്. നാളെ എന്തായാലും താങ്കളുടെ പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കുമെന്നാണ് പൊതുജനങ്ങൾ മുഴുവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മൾക്ക് അറിയാൻ കഴിയുമോ? അല്പസമയം മുമ്പ് പ്രസിഡന്റിന്റെ വീട്ടിൽ ഞാൻ എത്തിച്ചേർന്നിരുന്നു. അയൽവാസികളോട് ചോദിച്ചറിഞ്ഞതിൽ അദ്ദേഹത്തിന്റെ വീട് അടഞ്ഞു കിടന്നതായിട്ട് ഇപ്പോൾ കാണുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഇദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തിയിലെ നാണക്കേട് ഭയന്നുകൊണ്ട് ഇവിടുന്ന് വീട് വിട്ട് പുറത്തേക്ക് പോയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും അദ്ദേഹത്തിന്റെ വീട് വിട്ട് പോയിരിക്കുന്നു. ജനങ്ങളുടെ അപമാനം സഹിക്കാതെ ഈ നരാധിപനെതിരെയുള്ള ഈ പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും വീട് വിട്ടു പോയിട്ടുള്ള എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ എന്താണ് ബഹളം? എന്താണ് അവിടെ എന്താ കുഴപ്പം? സാർ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്തോന്നോട്ടെ 2 പേർ കൊച്ചു നല്ലോടെ നിൽക്കുന്നത്.
അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഇപ്പോൾ വീട് അടച്ചിട്ട് ജനങ്ങളെ പേടിച്ചുകൊണ്ട് ഈ ലൈവ് കേൾക്കുന്ന, ഈ ലൈവ് നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് വരുന്നു എന്നുള്ള പുതിയ വാർത്തയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്. നമുക്കിതിന്റെ വിശദമായ വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയോടും ഈ കുട്ടികളോടും ചോദിക്കാം. മാഡം, എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന്. കൃഷിയെ കുറിച്ച് അടി പറഞ്ഞത്. ഈ കൃഷി ചെയ്യുന്ന ഈ സ്വഭാവം നിങ്ങൾ മാറ്റണം. നിങ്ങളാണ് ഈ നാട്ടിലെ മുഴുവൻ ബസ്സിലും കയറി കൃഷി ചെയ്യുന്നുള്ളതാണ്. മകളെ, നിങ്ങളുടെ അച്ഛനെ പറ്റി എന്താണ് അഭിപ്രായം? അച്ഛനെ ഞങ്ങളെ വീട്ടിൽ കയറി വന്നാൽ പല്ല് പൊളിക്കും. അച്ഛനെ വീട്ടിൽ കയറി വന്നാൽ ഈ മകൾ ഒരു തല തല്ലിപ്പൊളിക്കുമെന്നാണ് ഒരു പിഞ്ച് ബാലിക പോലും പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ പോവുക. കൃഷി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൂടെ പൊക്കോളാം. എന്താണ് മാഷിന് ഈ സംഭവത്തെ പറ്റി ഈ വയലന്റ് ആയിരിക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത്? ഇനി ഒരാളും വീടിന്റെ ടെറസിന്റെ പുറത്ത് ജൈവ കൃഷി നടത്തരുത്. അഥവാ നടത്തിയാല് ഇതുപോലുള്ള ലോക്കൽ ചാനലിൽ വന്ന ഒരക്ഷരം പറയരുത്. ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് KNTV പുറത്തുവിട്ടിരിക്കുകയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള ഒരു വാർത്ത ഞങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഈ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ന്യൂസുമായി അടുത്ത ന്യൂസ് അവരിൽ കാണാം. സുധി ഉണ്ടോ? ഉണ്ട്. ഒന്ന് വിളിക്കാമോ? ശരി, വിളിക്കാം. എന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാന്ന് വന്നു ചോദിക്കും. ആരാണെന്ന് ചോദിക്കാൻ പറ്റും. സുധിയെ കാണാൻ വന്നാ. പുതിയ കാണാൻ വന്നാണ്. എന്തിനാ വന്നേ ചോദിക്കും. എന്തിനാ വന്നതെന്ന്? ഒരു സ്ഥലം വരെ പോവാനായിരുന്നു. ഒരു സ്ഥലം വരെ പോകാനാണ്. അത്യാവശ്യമാണോ ചോദിക്കും. അത്യാവശ്യമാണോ? അത്യാവശ്യമായിരുന്നു. അത്യാവശ്യമായിരുന്നു. ഞാൻ കുളിക്കാന്ന് പറ. ആ, മീനുക്കുട്ടി കുളിക്കുന്നത് കാണാൻ. അല്ല അയാൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. എന്റെ മാനം കെടുത്തിയല്ലേടാ. അങ്ങനെ നമ്മുടെ ഫേമസ് ടീം, നമ്മുടെ കേരള പോലീസ് ടീം മറ്റൊരു സ്കിറ്റ് കൂടി നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രാവശ്യം പുതുമുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരും പോലീസ് എന്നുള്ളവരാണോ പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകളുണ്ടോ ഈ പ്രാവശ്യം? രണ്ടുപേര് പോലീസാണ്. രണ്ടുപേര്. ആരൊക്കെയാണ് പുതുതായിട്ട് എത്തിയിട്ടുള്ളത്? അങ്ങേറ്റത്തുള്ള മാഡം ഏത് ഡിവിഷനിലാണ്? പിന്നെ ആറന്മുള പോലീസ് സ്റ്റേഷൻ. ആറന്മുള പോലീസ് സ്റ്റേഷനിൽ എന്തായിട്ടാണ്? WCP ആയിട്ട്. മനോജ് സർ കളക്ടറുടെ ഗൺമാനാണ്. ഇത് ഈ അങ്ങേറ്റത്ത് നിൽക്കുന്ന ആള് പോലീസാണോ? അല്ല, അയാള് ബംഗാളിയാണ്. ശരിക്കും ബംഗാളിയാണെന്ന് മാഡം ചോദിച്ചത്. രാജേട്ടാ, എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഇത്രയും പേര് പോലീസ് കണ്ടത് മിക്കവാറും അവിടെ വന്നൊരു കുറ്റവാളിയായിരിക്കും. ചോദിച്ചത് വേറൊന്നുമല്ല, ഒരു മൊബൈൽ നമ്പർ കൊടുക്കോ? ശരിക്കും പറയൂ, എവിടുന്നാണ്? ശരിക്കും ഞാൻ മലയാളിയാണ്. അടിപൊളി. അപ്പൊ എങ്ങനെ ഈ പോലീസ് ടീമിന്റെ കൂടെ എത്തി? എന്നെ ഇവിടുന്ന് ശ്രീജേഷ് വിളിച്ചപ്പോൾ ഒരു പോലീസ് ടീമിന്റെ കൂടെ സ്കിറ്റ് ചെയ്യാനുണ്ട്. എങ്ങനെ ധൈര്യം വന്നു? സത്യം പറഞ്ഞ ഇവരുടെ കൂടെ ചെയ്യാനായിട്ടൊരു പേടിയായിരുന്നു. ഇടി തരുവോ? പക്ഷെ ഇവര് നല്ല പാവങ്ങളാണ് കേട്ടോ. രാജേട്ടാ, എന്താണ് നമ്മുടെ കേരള പോലീസ് ടീമിനോട് പറയുന്നത്? കേരള പോലീസ് ടീമിൻ്റെതല്ല, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്കിറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്കൊരു മാറ്റർ ഉണ്ട് കറക്റ്റായിട്ട് കിട്ടി ലാസ്റ്റിൽ. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി വാർത്തകൾ മീഡിയകളും ഈ ന്യൂസ് അവറിലൊക്കെ ഒന്ന് തിരിച്ച് വളച്ചൊടിച്ച് ഇല്ലാതാക്കി വലിയ കേസിലേക്ക് കൊണ്ടെത്തി. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ട്വിസ്റ്റ് ഉണ്ടാക്കി ഒരുത്തൻ്റെ കുടുംബം കോഞ്ഞാട്ടാക്കി കുട്ടിച്ചോറാക്കിയ ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളടുത്ത് പ്രമേയവും വളരെ നല്ലതും ഒരു കൈ ചൂണ്ടി പലകയൊക്കെയാണ്. വെരി ഗുഡ്. അതിന്റെ ഇതിന് കൂടുതൽ നിങ്ങൾ 1-2 മെസ്സേജുകൾ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഇന്നത്തെ എപ്പിസോഡിലും അത് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സ്ത്രീകൾ എന്തെങ്കിലും അതിക്രമം നേരിട്ടാലും വിളിക്കേണ്ട നമ്പർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 111 ആണോ നമ്പർ? 112 ആണ്. 112 112 ആ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പെൺകുട്ടികളൊക്കെ കേട്ടല്ലോ അല്ലെ? എമർജൻസി കോൺടാക്ട് ആയിട്ട് സേവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇതുപോലൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ക്ലാസ് എടുക്കുന്നതാണ് മാഡം അല്ലെ? അതെ അതെ അതെ. അപ്പൊ എങ്ങനെയുണ്ട് സ്ത്രീകളുടെ റെസ്പോൺസ്? ആൾക്കാർക്ക് നല്ല സഹകരണമാണ്, ഇഷ്ടമാണ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഉള്ളിൽ എല്ലാ സ്ത്രീകൾക്കും അറിയാം ഇങ്ങനെ ചെയ്താ ഇങ്ങനെ പ്രതികരിക്കാമെന്ന്. പക്ഷെ അത് ചെന്ന് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ? അത് ഒരു അതിക്രമ സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ അങ്ങ് ഒഴിവാക്കുക. ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ കേരള പോലീസ് ടീമിന് അഗെയിൻ ഒരു കയ്യടി. ഇതിൽ മികച്ച സ്കിറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വേദിയിൽ കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ പ്രിയങ്കരനായ രാജേട്ടൻ ഒരിക്കൽ കൂടി നമ്മുടെ കൂടെ ഈ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്.
അപ്പൊ കുട്ടികളെ 45 വർഷമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടനായും നിർമ്മാതാവുമായിട്ടൊക്കെ സജീവമായിട്ടുള്ള ആളാണ്. പ്രേക്ഷകരായിട്ട് അവിടെ കുറെ കോളേജ് സ്റ്റുഡൻസും അതുപോലെ വേറെ കുറെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഓഡിയൻസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കയ്യോടെ ചോദിച്ചോ. എൻ്റെ പേര് അദ്വൈത്. ഞാൻ രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസ് കാക്കനാട്. വെരി ഗുഡ്. ചേട്ടന്റെ സങ്കല്പത്തിൽ സ്ത്രീ സൗന്ദര്യം എന്ന എന്താണ്? അതുപോലുള്ള ഒരു ഭാര്യനെയാണോ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നത്? ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ഭാര്യയാണ് ഇത് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. അല്ല, ഞാൻ പറയാം, സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ബാഹ്യമായിട്ട് കാണുന്ന കണ്ണോ വെളുത്ത നിറവോ കറുത്ത സാരിയോ ഒന്നും മാത്രമല്ല. ഇതിനകത്ത് വേറൊരു മാജിക് ഒളിഞ്ഞു കിടപ്പുണ്ട്. സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു പെരുമാറ്റവും ഒരു സ്ത്രീത്വം ഉണ്ടാവണം ബേസിക്കലി ആയിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. നല്ല ഭാര്യയാണ് എൻ്റെത്. അത് കാണുന്നുള്ളതുകൊണ്ട് പേടിച്ച് പറയല്ല. ഇത്രയും വർഷങ്ങളായിട്ട് വീട്ടിൽ പറയും 2 ആൺകുട്ടികളാണ് എനിക്ക്. വൈഫ് ഞാൻ കേൾക്കാതെ പലർക്കും പറഞ്ഞത് 2 ആൺകുട്ടികളെക്കാളും ചെറിയ ആളാണ് ഇവിടെ ഉള്ളത്. അതിനും മേക്കുന്ന ഏരിയയാണ് പാടെന്ന് പറയാറ്. അപ്പോൾ മാത്രമല്ല, ഒരാളുടെ മനസ്സമാധാനവും സന്തോഷവും അവൻ ജോലിക്ക് പോകുമ്പോൾ എന്ത് കാര്യത്തിന് അവന് നിർത്തുന്നത് മനസ്സമാധാനമാണ്. അത് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. അത് കിട്ടേണ്ടത് ഭാര്യ എന്ന് പറഞ്ഞത് ഒരു വലിയ സത്യമാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രാജേട്ടാ, നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ മൊബൈലിൽ വിളിക്കുന്ന ഒരു സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, എങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലും ഭാര്യയായാലും ഭർത്താവായാലും എങ്ങോട്ട് ഇറങ്ങിയാലും 5 മിനിറ്റ് കൂടുമ്പോൾ എവിടാ, എന്താ, മറ്റേ ചന്ദ്രേട്ടൻ എവിടാ എന്ന് ചോദിക്കുന്ന പോലെയുള്ള സംഭവമുണ്ട്. അപ്പം അങ്ങനെ ഈ വിളി കൂടിയിട്ടുണ്ടോ ഇപ്പൊ? ഞാനൊക്കെ ദേവാസുരം അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കാലത്ത് രാത്രി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് വന്നിട്ട് ഞാൻ കൂടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാം കൂടെ നേരെ ഒറ്റപ്പാലത്തുള്ള STD ബൂത്തിന്റെ അവിടെ ക്യൂ നിൽക്കും. എന്നിട്ട് വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു കൊതി, എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങൾ, അവർ എല്ലാം ചോദിക്കും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഒന്നുകിൽ കിട്ടാത്ത എനിക്ക് ബാക്കി നിൽക്കുന്നവർ ചൊറിയും. പിന്നെ നമ്മൾ വീണ്ടും പോയി ക്യൂവിൽ നിൽക്കും. അങ്ങനെ എത്രയോ സമയം നിന്നിട്ടാണ് അവരെ ഒന്ന് വിളിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മുടെ കുടുംബമോ സുഹൃത്തുക്കളോ ഭാര്യയോ മക്കളോ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഒന്ന് ഞെക്കിയാൽ നേരിട്ട് കണ്ട് സംസാരിക്കാം. താങ്ക് യു സോ മച്ച് അദ്വൈത്. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? എൻ്റെ പേര് സ്മൃതിയാണ്. ഞാൻ രാജഗിരി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന് പേരാണ്. രാജുവേട്ടൻ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി സീൻ ഏതാ? പല സീനുകളും ഇഷ്ടപ്പെട്ടാണ്, ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാ സീൻസും ഇഷ്ടമാണ്, പക്ഷെ പ്രത്യേകിച്ച് ഓട്ടോയിലെ ഒരു സീന്. എല്ലാ സീനും ഹ്യൂമറാണ്. അതിലെ മോഹൻലാലും രാജുവേട്ടൻ മീഡിയേറ്ററായി നിൽക്കുമ്പോൾ രേഖയുള്ള ആ ഒരു സീന് ഓർമ്മയുണ്ട്. അതായത് മോഹൻലാൽ ഒരു അണ്ടർവെയർ ഇട്ടിട്ട് ദേഹത്ത് എണ്ണ തേച്ചുകൊണ്ടിരിക്കും. അപ്പൊ രേഖ കാണാൻ വരുമ്പോൾ ഞാൻ കൂളായിട്ടും പറയും, അതിനെ കാണാൻ ഒരാളും നീക്കണം. അവന് ആരത് അങ്ങനെ വരുന്ന എനിക്കിപ്പോ സൗകര്യം ഞാൻ ഓടി പറയുന്ന സമയമുണ്ട്. അവസാനം അത് ആരെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് രേഖയാണ്. അയാള് ഓടിപ്പോകുന്നതാണ് അകത്ത്. നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് പറ്റുകയാണെങ്കിൽ അത് ഇവിടെ നോക്കാം. യെസ്, ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ വിളിക്കുന്നോ? ശരി, വിളിക്കാം. ആരടെ? നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എന്നെ കാണാൻ ഒരാളാ? ആര് രാവിലെ? അല്ല, ഇപ്പൊ സീൻ കണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. മോഹൻലാലായിട്ട് ആര് വരും? ആരെങ്കിലും നമുക്ക് അതെ, മോഹൻലാൽ ആവാൻ ഒരാളെ കൂടെ കിട്ടുകയാണെങ്കിൽ യെസ്, ലാലേട്ടൻ ഒരു കൈയുടെ എടുക്കൂ. മോഹൻലാലിന്റെ കുട്ടിക്കാലം ഏതാണ്ട് ഇതുപോലെ ആയിരുന്നു. അത് കൊള്ളാം. മോളെ പേര് പറയൂ. എന്റെ പേര് ശ്രുതി, രാജഗിരിയിലാണ് പഠിക്കുന്നത്. സ്മൃതി ആൻഡ് ശ്രുതി. അപ്പൊ ഇതിലൊരാള് ലാലേട്ടന്റെ ആ വേഷം ചെയ്യാൻ പോകുന്നു, ആൻഡ് രേഖ മാമിന്റെ വേഷം ചെയ്യാൻ സ്മൃതി ഉണ്ട്. ശ്രുതി ഉണ്ടോ? ഉണ്ട്. ഒന്ന് വിളിക്കാമോ? ശരി, വിളിക്കാം. എന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാന്ന് വന്നു ചോദിക്കും. ആരാണെന്ന് ചോദിക്കാൻ? ശ്രുതിയെ കാണാൻ വന്നാ. ശ്രുതിയെ കാണാൻ വന്നാണ്. എന്തിനാ വന്നേ ചോദിക്കും. എന്തിനാ വന്നതെന്ന്? ഒരു സ്ഥലം വരെ പോകാനായിരുന്നു. ഒരു സ്ഥലം വരെ പോകാനാണ്. അത്യാവശ്യമാണോ ചോദിക്കും. അത്യാവശ്യമാണോ? അത്യാവശ്യമായിരുന്നു. അത്യാവശ്യമായിരുന്നു. ഞാൻ കുളിക്കാന്ന് പറ. മീനുക്കുട്ടി കുളിക്കുന്നത് കാണാൻ. അല്ല അയാൾ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. എന്റെ മാനം കെടുത്തിയല്ലേടാ. രാജഗിരി കോളേജിലെ 2 മിടുക്കികളൊന്ന് പെർഫോം ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരിൽ തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ആക്ടിങ്? അടിപൊളിയായിരുന്നു. അപ്പൊ കൂട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ ധൈര്യമായിട്ട് കോളേജിൽ പോവാ അല്ലേ? ധൈര്യമായിട്ട് കോളേജിൽ പോയല്ല, ചിലപ്പോ ഈ നല്ലൊരു വേഷം ചെയ്ത സിനിമ കിട്ടിയാൽ ചെയ്യത്തില്ലേ? അത് ആലോചിക്കണം. വെരി ഗുഡ്. ആലോചിക്കാം എന്തായാലും. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നല്ല കളറായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞു. രാജേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കിറ്റിന്റെ ടീമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ നല്ല ഓഡിയൻസ് ആയിരുന്നു ഇന്ന് നമുക്ക് കൂടെ ഉണ്ടായിരുന്നത്.
യെസ്, അപ്പൊ ഇതിലും കൂടുതൽ ചിരിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കോമഡി സൂപ്പർ ഷോ പവർഡ് ബൈ ഈസ്റ്റേൺ ബാങ്കിംഗ് പാർട്ട്ണർ ഫെഡറൽ ബാങ്ക്.